ഹായ് ഡിയേഴ്സ്, 9ാം ക്ലാസ്സിലെ മാറി വന്ന സോഷ്യൽ സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ പ്രത്യേകിച്ച് SS2-ൽ നമുക്ക് ഒരുപാട് സത്യം പറഞ്ഞാൽ പ്രശ്നങ്ങളുള്ള ഏരിയാസ് ഉണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ പുതുതായിട്ട് ആഡ് ചെയ്ത ഭാഗങ്ങളെല്ലാം തന്നെ കുറച്ച് ടഫാണ്. അതെന്തുകൊണ്ട് ടഫാവുമെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരവുണ്ട്, ബേസ് ഇല്ല എന്നുള്ളതാണ്. നമ്മൾ അതിൻ്റെ ബേസിക്കായുള്ള കാര്യങ്ങളൊന്നും 8ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ പഠിച്ചിട്ടില്ല എന്നത് മാത്രമാണ്. അപ്പോൾ ആദ്യത്തെ ചാപ്റ്റർ തന്നെ ഓൺ ദി റൂഫ് ഓഫ് ദി വേൾഡ് എന്നുള്ള ചാപ്റ്റർ തുടങ്ങുമ്പം മക്കൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഇതൊക്കെ എന്താണ് സംഭവം എന്നറിയാതെ എങ്ങനെ കിളി പോകുന്നൊരവസ്ഥ വരും. അതുണ്ടാവാൻ പാടില്ല. അതുണ്ടാവാതിരിക്കാൻ വേണ്ടി ഈ വീഡിയോ അവസാനം വരെ കാണണം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലേക്ക് വരുന്നെങ്കിലും നിർബന്ധമായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യണം, മാക്സിമം ആളുകളിലേക്ക് എത്തിക്കണം, സ്റ്റാറ്റസ് വെക്കണം, ഷെയർ ചെയ്യണം, കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ എന്തെല്ലാമാണ് ആ കാര്യങ്ങൾ, എവിടെയാണ് പ്രശ്നങ്ങൾ വരിക? ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ചാപ്റ്ററിൻ്റെ പേര് നിങ്ങൾക്ക് അറിയാം, ഓൺ ദി റൂഫ് ഓഫ് ദി വേൾഡ് എന്നാണ്. ഇതിൻ്റെ നമ്മുടെ യൂട്യൂബ് ലൈവൊക്കെ നടക്കാൻ പോകുന്നുണ്ട്. ആപ്പിലൊക്കെ നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഓൺ ദി റൂഫ് ഓഫ് ദി വേൾഡ് എന്നാണ്. ഓക്കെ, ലോകത്തിൻ്റെ നെറുകയിൽ എന്നുള്ള ഒരു ചാപ്റ്ററാണ് റൂഫ് ഓഫ് ദി വേൾഡ്. അപ്പം ഈ ചാപ്റ്ററിൽ എവിടെയാണ് പണി വരിക എന്ന് ചോദിച്ചാൽ, ഇതിൽ നമ്മൾ പഠിക്കുന്നത് ഹിമാലയത്തിനെ കുറിച്ചിട്ടാണ്. ഹിമാലയാസ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ഹിമാലയാസിനെ കുറിച്ചിട്ടാണ്. നോർത്തേൺ മൗണ്ടൻ സിസ്റ്റം, ഹിമാലയം എന്ന് പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റ്, അതാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഇന്ത്യയുടെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ലോഫ്റ്റി മൗണ്ടൻ റേഞ്ചസ്, ഏറ്റവും ഉയരം കൂടിയ പർവ്വത നിരയെക്കുറിച്ച് പഠിക്കുകയാണ്. ഇവിടെ നമുക്ക് പ്രശ്നം വരുന്നത് ഇതിൻ്റെ ഫോർമേഷനാണ്, ഇതിൻ്റെ രൂപം കൊള്ളലാണ് നമുക്കിവിടെ പണിയായിട്ട് വരുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടായത്, ഇതിൻ്റെ രൂപം കൊള്ളൽ എന്ന് വേണമെങ്കിൽ പറയാം. എങ്ങനെ ഉണ്ടായി എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമുക്കിവിടെ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ആ കാര്യം പ്ലേറ്റ് ടെക്ടോണിക്സ് എന്നാണ് പറയാം. പ്ലേറ്റ് ടെക്ടോണിക്സ് നിർബന്ധമാണ്, ഇത് അറിഞ്ഞിരിക്കണം, അവസാനം വരെ കാണണം. പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന് വെച്ചാൽ ഫലക വിവർത്തന സിദ്ധാന്തം എന്ന് പറയാറുണ്ട്. ഫലക ചലനങ്ങൾ എന്ന് വേണമെങ്കിൽ എളുപ്പത്തിൽ പറയാൻ പറ്റും. അപ്പോൾ സാർ, എന്താണ് പ്ലേറ്റ്, എന്താണ് ഫലകം? ഇംഗ്ലീഷിലെ പ്ലേറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഭക്ഷണം കഴിക്കാൻ എടുക്കുന്ന സാധനമാണ് പ്ലേറ്റ് ആയിട്ട് നമ്മൾ കൂട്ടുന്നത്. ഇത് ആ പ്ലേറ്റ് അല്ല. അപ്പോൾ സാർ, എന്താണ് ഈ പ്ലേറ്റ്, എന്താണ് പ്ലേറ്റ് ടെക്ടോണിക്സ് എന്നുള്ളത്? ഓക്കെ, ഇത് നമ്മുടെ എർത്താണെങ്കിൽ, ഇത് കോഴിമുട്ട പോലെയുണ്ട്, ഞാൻ മാറ്റിയിട്ട് എർത്തിനെ വരച്ചിടാം. ഇത് എർത്താണെങ്കിൽ എർത്തിൻ്റെ അല്ലെങ്കിൽ എർത്തിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് അറിയാം. അതിന് ഉൾഭാഗം എങ്ങനെയാണ്? മാൻഡിൽ, ഏറ്റവും പുറത്ത് ക്രസ്റ്റിൻ്റെ അടിയിൽ മാൻഡിൽ, അതിനടിയിൽ ഔട്ടർ കോർ, അതിനടിയിൽ ഇന്നർ കോർ. ഈ ഓർഡറിൽ നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ്. ഏറ്റവും പുറത്തുള്ള ക്രസ്റ്റ്. ഓക്കെ, അപ്പോൾ ഏറ്റവും പുറത്തുള്ള ഈ ക്രസ്റ്റ് എന്ന് പറഞ്ഞ ലെയർ ഉണ്ടല്ലേ, ക്രസ്റ്റ്, ആ ക്രസ്റ്റും അപ്പർ പാർട്ടിൽ ഓഫ് ദ മാൻഡിൽ, അതിന് മുകൾ ഭാഗവും കൂടെ ചേർന്നൊരു ഭാഗമുണ്ട്. അതിനെ പറയുന്ന പേരാണ് പ്ലേറ്റ്. ഓക്കെ, അപ്പോൾ ഭൂമിയുടെ മൊത്തം പ്ലേറ്റുകളായിട്ട് ഇങ്ങനെ കവർ ചെയ്തിരിക്കുകയാണ്. പ്ലേറ്റിനൊക്കെ പൊട്ടലുകളുണ്ട്, നമ്മുടെ ഒരു പസിലൊക്കെ പോലെ. അതായത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഈ എർത്തിൻ്റെ സർഫസിന് പല ഭാഗങ്ങളും പൊട്ടലുകളുണ്ട്. ഇങ്ങനെ പൊട്ടി വിണ്ട് കയറി കിടക്കുകയാണെന്ന് അർത്ഥം. ഓക്കെ, പല ഭാഗത്തും പൊട്ടലുണ്ട്. ചില പീസുകൾ വളരെ വലുതാണ്, ചില പീസുകൾ വളരെ ചെറുതാണ്. ഇങ്ങനെ ചെറുതും വലുതുമായിട്ട് ഒരുപാട് പ്ലേറ്റുകൾ, നമ്മൾ പറയില്ലേ പീസ് ഓഫ് ലാൻഡ് അല്ലെങ്കിൽ പീസ് ഓഫ് ക്രസ്റ്റ് ആൻഡ് അപ്പർ പാർട്ട് ഓഫ് ദി മാൻഡിൽ, ഭൂവൽക്കത്തിൻ്റെയും മാൻഡിലിൻ്റെ മുകൾ ഭാഗവും കൂടെ ചേർന്ന ഭാഗമാണ് പ്ലേറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു പീസുകൾക്ക് നമ്മൾ പറയുന്ന പേര് പ്ലേറ്റുകളാണ്. ഓക്കെ, അങ്ങനെ ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള പ്ലേറ്റുകളുണ്ട്. അപ്പോൾ ഈ പ്ലേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ പറയുന്ന പേരാണ് പ്ലേറ്റ് മൂവ്മെൻറ്റ്, പ്ലേറ്റ് ടെക്ടോണിക്സ്, ഫലക ചലനങ്ങൾ എന്ന് പറയും. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ പ്ലേറ്റ് ടെക്ടോണിക്സ്. അതാണ്. അതായത് ഈ ലിസണിങ്ങൾ ആലോചിച്ച് നോക്കണം കേട്ടോ. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു പ്ലേറ്റ് ഉണ്ടെന്ന് കരുതാം. ഇത് എർത്തിൻ്റെ സർഫസിലുള്ള ഒരു പ്ലേറ്റ് ആണ്, അതായത് ഒരു പീസ് ഓഫ് ലാൻഡ് ആണ്. ഇത് ഒരുപാട് വലുപ്പമുണ്ട്. ഇതൊരു 1000 കിലോമീറ്റർ വരെ നീളം ഉണ്ടാവും. 1000 കിലോമീറ്റർ നീളം ഉണ്ടാവും. അതുപോലെ ഏകദേശം 100ഓളം കിലോമീറ്റർ അല്ലെങ്കിൽ 30 മുതൽ 100 വരെ കിലോമീറ്റർ താഴേക്ക് തിക്നെസ് ഉണ്ടാവും. അങ്ങനത്തെ ഒരു പ്ലേറ്റാണ്. ഇതിനടിയിൽ ഉണ്ടാവുക ലാവയാണ്. ഇതിനടിയിൽ ലാവയാണ്. ലാവ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, ഒരു മോൾട്ടൺ സ്റ്റേജിലുള്ള ലാവ. അപ്പോൾ അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യും, ഈ പറഞ്ഞ പ്ലേറ്റ് ഇങ്ങനെ പതിയെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് പോവാന്നല്ല. ചിലപ്പം ഒരു വർഷം കൊണ്ട് ചിലപ്പോൾ അത് പോകുന്നത് 1 സെൻറ്റിമീറ്റർ ആകും, ചിലപ്പോൾ 5 സെൻറ്റിമീറ്റർ ആകാം, ചിലപ്പോൾ ഇത് 30 സെൻറ്റിമീറ്റർ വരെ ഒരു വർഷം കൊണ്ട് നീളാം, അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് മൂവ് ചെയ്യാം. അതായത് പതിയെ സ്ലിപ്പായിട്ട് ഇങ്ങനെ തെന്നി പോകുന്നത് പോലെ ഇങ്ങനെ പതിയെ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. എർത്തിൻ്റെ സർഫസിലുള്ള പ്ലേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ മൂവ്മെൻറ്റ് നമ്മൾ പറയുന്ന പേര് പ്ലേറ്റ് ടെക്ടോണിക്സ് എന്നാണ്. ഇത് 9ാം ക്ലാസ്സിൽ കഴിഞ്ഞ വർഷം 2ാമത്തെ ചാപ്റ്ററിൽ വിശദമായിട്ട് പഠിക്കാനുണ്ടായിരുന്നു. അതാണ് നമുക്കിനി പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ പ്ലേറ്റ് മൂവ്മെൻറ്റ് എങ്ങനെയാണ് ഹിമാലയത്തിൻ്റെ ഫോർമേഷനിലേക്ക് എത്തിയത്, അതിലേക്ക് നമ്മൾ പറയാൻ പോകുന്നു. അപ്പോൾ എർത്തിൻ്റെ സർഫസിൽ ഇതുപോലെ ഒരുപാട് പ്ലേറ്റുകൾ ഉണ്ടെന്ന് മനസ്സിലായി. ഫോർ എക്സാമ്പിൾ എങ്ങനെയാണെന്ന് സംഭവിച്ചാൽ, ഒരു തേങ്ങ നമ്മൾ എറിഞ്ഞ് പൊട്ടിക്കുന്ന സമയത്ത് ഇത് പല പീസായിട്ട് മുറിയും, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പൊട്ടുന്ന സമയത്ത് പല പീസായിട്ട് മുറിയും. അതിൽ വലുതുണ്ടായിരിക്കും, ചെറുതുണ്ടായിരിക്കും. ഇതേപോലെ നമ്മുടെ എർത്തിൻ്റെ സർഫസ്, പുറത്തെ പാളിയുണ്ട്, ഭൂവൽക്കം അഥവാ ക്രസ്റ്റ്, അതും ഇങ്ങനെ പല പീസുകളായിട്ട് പൊട്ടിയിട്ടുണ്ടെന്ന് അർത്ഥം. ആ പൊട്ടി ഓരോ പീസിനും നമ്മൾ പറയുന്ന പേരാണ് എന്തെന്നുള്ളത് പ്ലേറ്റ്. കറക്റ്റ്
കറക്റ്റ് പറഞ്ഞാൽ നമ്മുടെ കോഴിമുട്ട പൊട്ടുന്ന പോലെ, മുട്ടത്തോടില്ലേ, ആ മുട്ടത്തോട് പൊട്ടിയതുപോലെ ഉണ്ടായിരിക്കും. കോഴിമുട്ടയുടെ തോട് പൊട്ടിയിട്ട് ഓരോ പീസായിട്ട് നിൽക്കുന്നത് പോലെയാണ് സംഭവം. ഓക്കെ, അപ്പോൾ ഈ ഇതിൽ പല വലുപ്പത്തിലുള്ള പീസുകളുണ്ട്. അതാണ് വലിയ പ്ലേറ്റുകളും ചെറിയ വലിയ ഫലകങ്ങളുണ്ട്, ചെറുതുണ്ട് രണ്ടും. അപ്പോൾ എന്തോ ആയിക്കോട്ടെ, വലുതായാലും ചെറുതായാലും ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പതിയെ മൂവ് ചെയ്യുന്നുണ്ട്. 3 ടൈപ്പ് മൂവ്മെൻ്റ് ആണ് പ്ലേറ്റ്സിന് ഉണ്ടാവുക. 3 തരം മൂവ്മെൻ്റ് ആണ് പ്ലേറ്റുകൾക്ക് ഉണ്ടാവുക. ഒന്നാമത്തെ മൂവ്മെൻ്റ് ആണ് നമ്മൾ പറയുന്നത് പോലെ ഡൈവേർജൻ്റ് എന്ന് പറയും. വിയോജക സീമ എന്ന് പറയുന്ന ഡൈവേർജൻ പ്ലേറ്റ് മാർജിൻ. ഡൈവേർജൻ രണ്ടുപേരും അകന്ന് പോവാം. അപ്പോൾ നോക്കി, ഇവിടെ ഒരു പ്ലേറ്റ് ഉണ്ട്, ഇവിടെ ഒരു പ്ലേറ്റ്, ഇത് രണ്ടും ഇത് അകന്ന് പോയി കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് ഡൈവേർജൻ മാർജിൻ എന്ന് പറയും. അതായത് വിയോജക സീമ എന്ന് പറയും. അപ്പോൾ രണ്ടുപേരും അകന്ന് പോയാൽ എന്താ സംഭവിക്കുക എന്ന് പറയാം, ഭൂമിക്ക് അടിയിൽ നിന്നുള്ള ലാവ പുറത്തേക്ക് വരും. ഇവിടെ നോക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കി, ഒരാൾ ഇങ്ങോട്ടേക്ക് പോകുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് ആര് വരുന്നുണ്ട്, ലാവ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ലാവയുടെ ഡെപ്പോസിറ്റ് ഉണ്ടാവും. ഇവിടെ ലാവ വന്ന് സോളിഡിഫൈ ചെയ്ത് ലാവ തണുത്തുറഞ്ഞിട്ട് ലാവ ഫ്ലോ ഇവിടെ ഉണ്ടാവും. ഇങ്ങനെയാണ് മിഡ് ഓഷ്യാനിക് റിഡ്ജ് എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര, സമുദ്രാന്തര പർവ്വതനിര എന്നൊക്കെ പറയുന്ന മൗണ്ടെയിൻ റേഞ്ചസ് ഒക്കെ സമുദ്രത്തിനടിയിൽ ഉണ്ടാവുന്നത് ഇങ്ങനെയാണ്. സമുദ്രത്തിനടിയിൽ മൗണ്ടെയിൻ റേഞ്ചസ് ഉണ്ടാവും. ഇനി വേറൊരു ടൈപ്പ് ഉണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ സംയോജക സീമ, അതായത് കൺവേർജൻ മാർജിൻ എന്ന് പറയും. കൺവേർജൻ മാർജിൻ ഇത് രസമാണ്. അതായത് രണ്ട് പ്ലേറ്റുകൾ ഒന്ന് കൂടിച്ചേരുക, കൂട്ടിമുട്ടുന്ന പ്രോസസ്സ്. 2 പ്ലേറ്റുകൾ തമ്മിൽ കൂട്ടിമുട്ടുക. ഓക്കെ, അപ്പം 2 കാറുകൾ തമ്മിൽ കൂട്ടിമുട്ടുകയാണെങ്കിൽ രണ്ടും പൊന്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം രണ്ടും ഒരേപോലത്തെ ആൾക്കാരാണ്. നേരെ തിരിച്ച് ഒരു ലോറിയും ഒരു കാറും ആണെങ്കിൽ ഒരു ലോറിയുടെ അടിയിലേക്ക് കാറ് പോകാനുള്ള ചാൻസാണ്. കാരണം ലോറിക്ക് വെയിറ്റ് സൈസ് വളരെ കൂടുതലാണ്, കാറിന് സൈസ് വളരെ കുറവാണ്. അതുകൊണ്ട് നേരെ ലോറിയുടെ അടിയിലേക്ക് കാറ് പോകും. ഓക്കെ, അപ്പം അങ്ങനെ കൂട്ടിമുട്ടുന്ന പ്രോസസ്സ് 2 ടൈപ്പ് നമുക്ക് പറയാൻ പറ്റും. അതെങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയെന്ന് പറഞ്ഞ രസകരമാണ് ആ കാര്യം. നോക്കൂ, ലിസൺ. ഒരു പ്ലേറ്റ് ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്നു, ഒരു പ്ലേറ്റ് ഇങ്ങോട്ട്, രണ്ടും കൂടെ കൂട്ടിമുട്ടുന്നൊരവസ്ഥ വരും. ആ കൂട്ടിമുട്ടുമ്പോൾ 2 രീതിയിൽ കൂട്ടിമുട്ടാം. 2 കോണ്ടിനെൻറ്റുകൾ തമ്മിൽ കൂട്ടിമുട്ടാം. 2 കോണ്ടിനെൻറ്റ് ഇങ്ങോട്ടും വരാം. അതായത് 2 ലാൻഡ് മാസ്, 2 വൻകരകൾ തമ്മിൽ കൂട്ടിമുട്ടാം. 2 വൻകരകൾ തമ്മിൽ കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ അവിടെ ആർക്കും തോൽക്കാൻ ഇഷ്ടപ്പെടില്ല. അങ്ങനെ തോൽക്കാൻ ഇഷ്ടപ്പെടാത്ത 2 വൻകരകൾ തമ്മിൽ കൂട്ടിമുട്ടിയാൽ അവിടെ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം. ശ്രദ്ധിക്കാം. ഇവിടെ ഒരു വൻകര ഇങ്ങോട്ട് വരുന്നു, ഇവിടെ ഒരു വൻകര ഇങ്ങോട്ട് വരുന്നു. ഇത് രണ്ടും ലാൻഡ് മാസ് ആണ്, രണ്ടും ലാൻഡാണ്, കോണ്ടിനെൻ്റ് ആണ്. രണ്ടും കൂടെ കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു മൗണ്ടെയിൻ ഫോം ചെയ്യും. ആ മൗണ്ടെയിൻ നമ്മൾ പറയുന്ന പേരാണ് ഫോൾഡ് മൗണ്ടെയിൻ എന്ന് പറയും. ഫോൾഡ് മൗണ്ടെയിൻ എന്ന് വെച്ചാൽ മടക്ക് പർവ്വതം. ഇതാണ് ഹിമാലയത്തിൻ്റെ ഫോർമേഷനിലേക്ക് എത്തുന്നത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ വലിയൊരു ലാൻഡ് മാസ് ഉണ്ട്, ഇന്ത്യൻ ലാൻഡ് മാസ്, ഇന്ത്യ. ഓക്കെ, ഈ ഇന്ത്യയുടെ ലാൻഡ് മാസ് വന്നിട്ട് ഇവിടെ ഒരു യൂറേഷ്യ എന്ന് പറഞ്ഞ ലാൻഡ് മാസ് ഉണ്ട്. യൂറേഷ്യ ഇത് ഇന്ത്യയാണ്, ഇത് യൂറേഷ്യ. ഓക്കെ, ഈ യൂറേഷ്യയിൽ വന്ന് ഇന്ത്യ വന്ന് ഇടിച്ചു. പതിയെ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ്, ലക്ഷക്കണക്കിന് വർഷം, ഇന്നോ ഇന്നലെ ഗാന്ധിജിയുടെ കാലത്ത് ഉണ്ടായ കാര്യമല്ല ഈ പറയുന്നത്, ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായ കാര്യമാണ് ഈ പറയുന്നത്. ഓക്കെ, അങ്ങനെ വന്ന് ഇടിച്ച സമയത്ത് എന്ത് സംഭവിച്ചാൽ ഇതിൻ്റെ ഇടയിൽ ഒരു സീ ഉണ്ടായിരുന്നു. ആ സീക്ക് നമ്മൾ പറയുന്ന പേര് തെദീസ് എന്നായിരുന്നു. തെദീസ് എന്ന് പറഞ്ഞ സീ ഉണ്ടായിരുന്നു. ഇതിനകത്ത് ഈ ഒരു സീ ഒരു കടലാണ് തെദീസ് എന്ന് പറഞ്ഞ കടൽ. ഈ കടലിൻ്റെ അടിഭാഗം എന്ത് ചെയ്തെന്ന് വെച്ചാൽ മുകളിലോട്ട് ലിഫ്റ്റ് ചെയ്തു. ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടിയ സമയത്ത് ഇതിൻ്റെ താഴെ, ഇതിൻ്റെ ഈ ഇടയിലുള്ള ഭാഗം ഉണ്ടല്ലോ, അത് മുകളിലോട്ട് അങ്ങ് പൊന്തി. രണ്ടും കൂടി ഇടിച്ച സമയത്ത് അതിൻ്റെ ഇടയിലുള്ള ഭാഗം മുകളിലോട്ട് പൊന്തി വന്നു. ആ പൊന്തി വന്ന ഭാഗമാണ് രണ്ടും കൂടി ഇടിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഇവിടെ വന്ന് ഇടിച്ചു. ഇന്ത്യ വന്ന് ഇവിടെ വന്ന് ഇടിച്ച സമയത്ത് ഇവിടുന്ന് ഇതിൻ്റെ ഇടയിലുള്ള ഭാഗം അങ്ങ് പൊന്തി വന്നു. ആ പൊന്തി വന്നതാണ് എന്തായിട്ട് മാറുന്നത്, ഹിമാലയമായിട്ട് മാറും. നോർത്തേൺ മൗണ്ടെയിൻ സിസ്റ്റമായിട്ട് മാറുന്നത്. അപ്പം നമ്മൾ പറയുന്ന കാര്യം, ഇന്ത്യൻ പ്ലേറ്റ്, ഇന്ത്യയുടെ ആ ഒരു ഫലകം, ഇന്ത്യൻ ഫലകം വന്നിട്ട് യൂറേഷ്യ, യൂറോപ്പിൻ്റെ, ഏഷ്യയുടെ, റഷ്യയുടെ, ചൈനയുടെ ആ ഒരു ഭാഗത്ത് നിന്ന് ഇടിക്കുകയാണ് ചെയ്യുന്നത്. കാലങ്ങൾക്ക് മുന്നേ, ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ സംഭവിച്ചൊരു കാര്യമാണ്. ആ ഇടിച്ചതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് ഹിമാലയം ഉണ്ടാകുന്നത്. ഇപ്പോഴും ആ ഇടി കംപ്ലീറ്റ് ആയിട്ടില്ല. പതിയെ ഈ ഇന്ത്യൻ പ്ലേറ്റ് യൂറേഷ്യൻ പ്ലേറ്റിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോയി, മീൻസ് രണ്ടും കൂടി ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഇടിക്കുന്നതിൻ്റെ എഫക്റ്റിൽ എന്ത് സംഭവിക്കുന്നുണ്ട്, ഹിമാലയത്തിൻ്റെ ഹൈറ്റ് ഇങ്ങനെ പതിയെ സെൻറ്റിമീറ്റർ പോലെ ഇങ്ങനെ കൂടി വരുന്നുണ്ട്. 1 സെൻറ്റിമീറ്റർ, 1.5 സെൻറ്റിമീറ്ററുമായിട്ട് വർഷങ്ങൾ കൂടുമ്പോൾ അങ്ങനെ പതിയെ കൂടുന്നുണ്ട്.
ആ ഇടിയുടെ ആഘാതം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ സാർ ഇടിക്കുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെൻറ്റ് ഉണ്ടാവില്ലേ? ഉണ്ടാവും. അതുകൊണ്ടാണ് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് നേപ്പാളിൽ എർത്തിക്വക്ക് ഉണ്ടാവും. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും നേപ്പാളിൽ ഭൂകമ്പം, ജമ്മു കാശ്മീരിൽ ഭൂകമ്പം, പാകിസ്ഥാനിൽ ഭൂകമ്പം, ഉത്തരാഖണ്ഡിൽ ഭൂകമ്പം എന്ന് എർത്തിക്വക്ക് എന്ന് കേൾക്കുന്നത്. കാരണം ഇവിടെ പ്ലേറ്റ് മൂവ്മെൻറ്റ് നടക്കുകയാണ്. രണ്ടും കൂടി ഇടിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകുന്ന സമയത്താണ് എർത്തിക്വക്ക് ഉണ്ടാകുന്നത്, ഭൂകമ്പം ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ എഫക്റ്റിൽ എന്തും കൂടെ സംഭവിക്കുന്നത്, ഹിമാലയത്തിൻ്റെ വലുപ്പം കൂടി വരുന്നുണ്ട്. ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടില്ല എന്ത് മാർജിൻ, കൺവേർജൻ മാർജിൻ എന്ന് പറഞ്ഞ സംഭവം, കൺവേർജൻ മാർജിൻ്റെ ഒരു ഭാഗം. ഇനി വേറൊരു രീതിയിൽ കൺവേർജൻ നടക്കാറുണ്ട്. ഇപ്പം ഓഷ്യൻ്റെ ഭാഗം, സമുദ്രം, ഓഷ്യൻ വന്നിട്ട് ലാൻഡ് മാസ് കോണ്ടിനെൻറ്റുമായിട്ടാണ് ഇടിക്കുന്നത്, സമുദ്രവും കോണ്ടിനെൻറ്റ് തമ്മിലാണ് ഇടിയെങ്കിൽ എന്താ സംഭവിക്കുക, ഓഷ്യൻ നമ്മുടെ കോണ്ടിനെൻ്റ് അടിയിലോട്ട് പോകും. അവിടെ ഗർത്തം, ട്രഞ്ച് ഉണ്ടാവും. ട്രഞ്ച് അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയും. ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് ഈ കാര്യമാണ്, ഹിമാലയം എങ്ങനെയാണ് ഫോം ചെയ്തത്. ഓക്കെ, യെസ്. ഇനി അടുത്തൊരു മാർജിൻ ഉണ്ട്, അത് രസകരമായൊരു കാര്യമാണ്. ഷിയർ മാർജിൻ, ഛേദക സീമ എന്നാണ് പറയാം. ഷിയർ അല്ലെങ്കിൽ ട്രാൻസ്ഫോം മാർജിൻ എന്നും പറയാറുണ്ട്. അതായത് ഒരു പ്ലേറ്റ് ഇങ്ങോട്ടേക്ക് പോകും, അടുത്ത പ്ലേറ്റ് ഇങ്ങോട്ടേക്ക് പോകും, രണ്ടാണ് രണ്ട് ഡയറക്ഷനിൽ ഒരതി പോകും. അപ്പോൾ രണ്ട് വണ്ടികൾ ഒരതി പോകുന്ന സമയത്ത് ഇളകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ ഭ്രംശമേഖല എന്ന് പറയാറുണ്ട്. ഭ്രംശമേഖല, അതാണ് ഷിയർ സോൺ, ഷിയർ മാർജിൻ എന്നൊക്കെ പറയുന്ന പോലെ. അതായത് ഇളകുന്ന മേഖല, ഡ്രിഫ്റ്റ് വാലി എന്നൊക്കെ പറയും. സാൻ ആൻഡ്രിയാസ് ഡ്രിഫ്റ്റ് വാലി അമേരിക്കയിൽ ഇടയ്ക്കിടയ്ക്ക് എർത്തിക്വക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഈ കാര്യങ്ങൾ ആദ്യം തന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ നല്ലപോലെ പഠിക്കാൻ പറ്റുള്ളൂ. ഹിമാലയത്തിൻ്റെ ഫോർമേഷൻ എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് അറിയണം. കൺവേർജിങ് ആണ്, രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ കൂട്ടിമുട്ടണം. അപ്പോൾ എന്താണ് പ്ലേറ്റ്, എങ്ങനെയാണ് ഇത് മൂവ് ചെയ്യുന്നത്, അത് ഏതൊക്കെ ടൈപ്പ് മൂവ്മെൻ്റ് ആണ്, മൂന്നാല് കാര്യങ്ങളിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ പറയുകയാണ്, മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാം. ലൈവ് ക്ലാസ് വന്ന് കാണുക, ഒരു ലൈവ് മിസ് ചെയ്യരുത്. അപ്പോൾ നമ്മുടെ മനു സാറിൻ്റെ ലൈവ് ഫിസിക്സ് ഉണ്ട്, അതുപോലെ കെമിസ്ട്രി മിസ്, നമ്മുടെ ലക്ഷ്മി മിസ്സിൻ്റെ ക്ലാസ് ഉണ്ട്, ശ്രീമത് സാറെ ക്ലാസ് ഉണ്ട്, അഡ്സൽ സാറെ ക്ലാസ് ഉണ്ട്, ഗൗതമി മിസ്സും ശ്രീലക്ഷ്മി മിസ്സും അന്നമ്മ മിസ്സും അഖിൽ സാറും എല്ലാവരും കൂടെ കട്ടക്ക് കൂടെ നിൽക്കുന്നുണ്ട്. ലാംഗ്വേജസ് ആണെങ്കിൽ ഈ ജിപ്സാ മിസ്സും വി ടി മിസ്സും രചന മിസ്സും ഉണ്ട്. അപ്പോൾ എല്ലാവരും കട്ടക്ക് കൂടെ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഏകണ്ട കൂടെ ഉണ്ടാവാം. അപ്പോൾ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവായുള്ള കാര്യങ്ങളുമായിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. ഇപ്പം പോകുന്നു. നിങ്ങൾക്ക് എന്തൊക്കെയാണോ കാര്യങ്ങൾ വേണ്ടത്, 9ാം ക്ലാസ് കറക്റ്റായിട്ട് പ്രോപ്പർ ചാനലിലൂടെ പോയിട്ട് ഫുൾ മാർക്ക് അടിച്ചിട്ടേ നമ്മൾ വിടത്തുള്ളൂ. എത്ര സിലബസ് ടഫായാലും അത് എളുപ്പമാക്കാൻ ഫസൽ സാർ കൂടെ ഉണ്ടായിരിക്കും. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഓക്കെ, കാണാം, പാക്കലാം, ബൈ, സി യു.